വെച്ചാൽ നിങ്ങൾക്ക് നമ്മൾ ഡോഗ്സിനെ വാങ്ങണതിലോ വളർത്തണതിലോ പ്രൊട്ടക്ഷന് വാങ്ങണതിലോ എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ നമ്മൾ പുതിയൊരു കൂട് ഉണ്ടാക്കിക്കണം. അപ്പോൾ ഈ ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക. ആർക്കാച്ചാൽ വന്ന് ഇവിടെ കൂട്ടിൽ കിടക്കുക. 3 നേരം 4 നേരം ചിക്കനും തീറ്റയും പ്രോട്ടീൻ തീറ്റയും മുട്ടയും ചിക്കനൊക്കെ നിങ്ങൾക്ക് ഇട്ടിരുന്നതായിരിക്കും. CCTV ഉണ്ടാവും. ആഴ്ചമാത്തിയും ഞങ്ങളൊക്കെ കൂടിയിട്ടാവും. തീറ്റ തരാനും ഇവിടെ ഒരു ഹോള് ഇതാക്കുന്നതാവും. അപ്പൊ ഹനാൻ ഷാ മൂപ്പരെ ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കത്തി നിൽക്കുന്ന ആളാണ്. സോഷ്യൽ മീഡിയ സെൻസേഷൻ എന്നൊക്കെ വിളിക്കാൻ പറ്റിയ മുതലാണ്. പാട്ടുകാരൻ എന്ന നിലക്കാണ് ഹനാൻ ഷാ ആദ്യമായി അറിയപ്പെടുന്നത്. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ന്യൂ ജനറേഷൻ പിള്ളേർക്കിടയിൽ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ ഹനാൻ ഷാക്ക് സാധിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഹനാൻ ഷാ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഫാമിലി വ്ളോഗ് ആയിരുന്നു പ്രധാന കണ്ടന്റ്. സത്യം പറഞ്ഞാൽ അതോടെ ഹനാൻ ഷായുടെ പാട്ടിനോളം തന്നെ വ്ളോഗുകളും ഹിറ്റ് ആവാൻ തുടങ്ങി. എന്തോ ഹനാൻ ഷായുടെ ഫാമിലിയെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. 0 ഹേറ്റേഴ്സ് ഉള്ള ഒരു ഫാമിലി വ്ളോഗർ ആയിരുന്നു ഹനാൻ ഷാ എന്ന് തന്നെ പറയാം. പാട്ടിലൂടെ ന്യൂജന്റെ മനസ്സിൽ കയറി പറ്റിയ ഹനാൻ ഷാ വ്ളോഗിലൂടെ ഓൾഡ് ജനറേഷന്റെ മനസ്സിൽ കയറി പറ്റി എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഹനാൻ ഷാ അറിയാത്ത മലയാളികൾ ഇല്ല എന്ന അവസ്ഥയായി. ഹനാൻ ഷായുടെ വ്ളോഗുകളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടുന്ന മനുഷ്യന്മാർ തന്നെയാണ്. ഹനാന്റെ ഉമ്മയും ഉപ്പയും അനിയന്മാരും കൂട്ടുകാരും ഒക്കെ തന്നെയാണ് വ്ളോഗിലെ പ്രധാന കഥാപാത്രങ്ങൾ. അവർ തമ്മിലുള്ള സ്നേഹവും സംസാരവും കോമഡിയും കെമിസ്ട്രിയും എല്ലാം ആളുകളെ പെട്ടെന്ന് അവരിലേക്ക് അടുപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഹനാൻ ഷാ എവിടെ പോയാലും ആളുകൾ കൂടാൻ തുടങ്ങി. ഈ അടുത്ത് ദുബായിൽ വെച്ച് നടന്ന പരിപാടിയൊക്കെ വമ്പൻ വൈറലായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഭയങ്കര ഡൗൺ ടു എർത്തും ഫ്രണ്ട്ലിയും ആയതുകൊണ്ടും കൂടിയാണ് ഹനാൻ ഷാ എല്ലാവരും പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ കാരണമായത്. ആൾ ഈസിലി ആക്സസബിൾ ആയിരുന്നു. എല്ലാവർക്കും വേഗം കയറി ചെന്ന് സംസാരിക്കാം, കെട്ടിപ്പിടിക്കാം. ഒരു സെലിബ്രിറ്റി ആണെന്നൊന്നും തോന്നില്ല. അങ്ങനെയാണ് മൂപ്പരുടെ സ്വഭാവം. ആരായാലും 3 ഫാനായി പോകും. 0 ഹേറ്റേഴ്സ് ആണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, അങ്ങനെ തന്നെ ആയിരുന്നു. ഹനാനെ കുറിച്ച് ആർക്കും ഒരു കുറ്റവും പറയാനുണ്ടായിരുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയ ആണല്ലോ, ചെയ്യുന്നത് ഫാമിലി വ്ളോഗ് ആണല്ലോ, എല്ലാം മാറി മറിയാൻ സെക്കൻഡുകൾ മതി. 0 ഹേറ്റേഴ്സ് ഉണ്ടായിരുന്ന ഹനാൻ ഷാക്ക് ഒറ്റ ദിവസം കൊണ്ട് 900 ഹേറ്റേഴ്സ് ഉണ്ടായി എന്നല്ലോ ഞാൻ പറഞ്ഞു വരുന്നത്. എല്ലാം കൊണ്ട് 100-ൽ 100 പോയിക്കൊണ്ടിരുന്ന ഒരു ലൈഫായിരുന്നു ഹനാൻ ഷായുടേത്. അതിന്റെ ഇടയിൽ ചെറിയൊരു പ്രശ്നം, ചെറിയൊരു കുത്തിത്തിരിപ്പ്. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഹനാൻ ഷായുടെ വീട്ടിൽ പുതിയൊരു പട്ടീനെ വാങ്ങാൻ തീരുമാനിച്ചു. അതാണ് ഇപ്പൊ വിവാദമായി മാറിയത്. പട്ടിയെ വാങ്ങാൻ തീരുമാനിച്ചത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഹനാൻ പറഞ്ഞ ചില കാര്യങ്ങളാണ് വിവാദമായി മാറിയത് എന്ന് വേണമെങ്കിൽ പറയാം. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാലേ ഈ വിഷയത്തിന്റെ ഒരു കിടപ്പ് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഹനാന്റെ വീട്ടിൽ ഓൾറെഡി 2 പട്ടികളുണ്ട്. പക്ഷേ ഈ അടുത്ത് വീട്ടിൽ ഒരു ഇഷ്യൂ ഉണ്ടായതോടെയാണ് കുറച്ചുകൂടെ സ്ട്രോങ് ആയ ഒരു ഡോഗിനെ വാങ്ങാൻ തീരുമാനിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഹനാനെയും ഫാമിലിയെയും കാണാൻ ദിവസവും കുറെ ഫാൻസ് വീട്ടിലേക്ക് വരാറുണ്ട്. എല്ലാവരും അപരിചിതരായിട്ടുള്ള ആളുകളാണ്. പക്ഷെ ഹനാനും ഫാമിലിയും അവരെയൊക്കെ സ്വീകരിച്ച് നല്ല രീതിയിൽ ഡീൽ ചെയ്ത് വിടാറാണ് പതിവ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം 10-28 വയസ്സുള്ള ഒരു ചെക്കൻ ഹനാന്റെ വീട്ടിലേക്ക് അങ്ങ് കയറി വന്നു. ഹനാൻ അവനെ സ്വീകരിച്ചിരുത്തി. ഭക്ഷണം കഴിച്ചു എന്ന് ഹനാൻ ചോദിച്ചു. ഇല്ല എന്ന് അവന് മറുപടി പറഞ്ഞു. അങ്ങനെ വീട്ടിൽ കയറ്റി ഹനാന്റെ കൂടെ ഇരുത്തി ഭക്ഷണമൊക്കെ കൊടുത്തു. പിന്നീട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം അവൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹനാനും ഉമ്മയും ഉപ്പയും ഒക്കെ വീട്ടിൽ നിന്ന് പുറത്തു പോയി. പിന്നെ ആ വീട്ടിലുള്ളത് ആയിഷും എന്ന് പറയുന്ന വയസ്സായിട്ടുള്ള ഒരു താത്ത മാത്രമാണ്. ആ സമയത്ത് ഈ നേരത്തെ വന്ന പയ്യൻ വീണ്ടും ഹനാന്റെ വീട്ടിലേക്ക് വന്നു. ഇവൻ വന്നിട്ട് എനിക്ക് നല്ല ക്ഷീണമുണ്ട്, കുറച്ചു നേരം കിടക്കണമെന്ന് പറഞ്ഞിട്ട് ആയിഷുത്തയോടാണ് ഈ പറയുന്നത്. ആയിഷുത്ത് എന്താണെന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ ഇവൻ ഹനാന്റെ കൂട്ടുകാരനാണെന്നുള്ളതാണ്. ഹനാന്റെ കൂട്ടുകാരൊക്കെ എപ്പോഴും വീട്ടിൽ വരുന്നതാണല്ലോ. കൂട്ടുകാർക്കൊക്കെ ആ വീട്ടിൽ നല്ല ഫ്രീഡം ഉണ്ട്. അങ്ങനെ ആയിഷുത്ത നീ കയറി വാടാ മോൻ എന്നും പറഞ്ഞുകൊണ്ട് ഈ പയ്യനെ വീട്ടിൽ കയറ്റിയിരുത്തി. അങ്ങനെ അന്ന് വൈകുന്നേരം വരെ അവൻ ആ വീട്ടിൽ ഒറ്റയ്ക്ക് കറങ്ങി നടന്നു. അവസാനം ഹനാൻ വന്നിട്ടാണ് അവനെ പറഞ്ഞയച്ചത്. ഇതൊരു സംഭവം. ഇനി മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം കുറെ ആളുകൾ വന്നിട്ട് ഇവരുടെ വീടിന്റെ വാതിലിനും ജനലിലും ഒക്കെ മുട്ടാൻ തുടങ്ങി. ഏതോ കാട്ടവരാതം പിടിച്ച ഫാൻസ് ആണെന്ന് തോന്നുന്നു. ഹനാനെ മുത്തേ ഇറങ്ങി വാട എന്നും പറഞ്ഞാണ് പോലും വാതിൽ മുട്ടുന്നത്. ഏത് ഫാൻസ് ആണെന്ന് പറഞ്ഞാലും രാത്രി ഇങ്ങനെയൊക്കെ ഒന്ന് വാതിൽ മുട്ടി കഴിഞ്ഞാണെങ്കിൽ ആരാലും ഒന്ന് പേടിച്ചു പോകല്ലോ. അങ്ങനെ എല്ലാവരോടുമുള്ള ഹനാന്റെയും ഫാമിലിയുടെയും ഫ്രണ്ട് ആയിട്ടുള്ള സമീപനം അവർക്ക് തന്നെ ഭാര്യയായി മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ഈ 2 സംഭവങ്ങളും ഹനാനെ കുറെ പേടിപ്പിച്ച്. പ്രത്യേകിച്ച് ആ പയ്യൻ കയറി വന്ന സംഭവം. മറ്റേ ആക്ഷൻ ഹീറോ ബിജുവിൽ കുറച്ച് ചോറ് താ ചേച്ചി എന്നും പറഞ്ഞ് വീട്ടിലേക്ക് കയറി ചെന്ന പോലെയാണ് അവൻ കയറി ചെല്ലുന്നത്. അതന്നെയായിരുന്നു ഹനാന്റെയും പേടി. ഇവൻ വല്ല പോലീസ് കേസിലും പെട്ട് ഒളിച്ചു നടക്കുന്ന ആളാണെങ്കിലോ ഇനിയും ഇതുപോലെ ആരെങ്കിലും ഒക്കെ വന്ന് വല്ല മയക്കുമരുന്നിന്റെയും പൊതി വീട്ടിൽ വെച്ച് പോയാലോ കഴിഞ്ഞില്ല കാര്യം. യാതൊരു തരത്തിലും ലഹരി ഉപയോഗിക്കാത്ത ആളാണ് ഹനാൻ ഷാ. ആർക്കെങ്കിലും ഹനാനോട് ദേഷ്യം തോന്നിയിട്ട് ഇങ്ങനെ വല്ല പരിപാടി ഒപ്പിച്ചു കഴിഞ്ഞാണെങ്കിൽ തീർന്നില്ല കാര്യം. അല്ലെങ്കിലും ഈ പാട്ടുകാരും സിനിമാക്കാരും ലഹരിയുടെ ആളുകളാണെന്നുള്ളൊരു ചീത്തപ്പേരുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഹനാന്റെ വീട്ടിൽ മയക്കുമരുന്ന് കണ്ടെത്തിയെന്ന വാർത്ത കൂടി പുറത്തു വന്നുള്ള അവസ്ഥ ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെയാണ് വീടിന് കുറച്ചുകൂടെ സെക്യൂരിറ്റി വേണമെന്ന് ഹനാൻ തീരുമാനിക്കുന്നത്. ഒരു പുതിയ പട്ടിയെ വാങ്ങാമെന്നായിരുന്നു തീരുമാനം. അങ്ങനെ വീട്ടിന് മുന്നിൽ തന്നെ വലിയ കൂടൊക്കെ പണിത് വെച്ച്. അങ്ങനെ ആ വ്ളോഗിനിടയിൽ പട്ടിയെ വാങ്ങുന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഹനാൻ അങ്ങ് പറഞ്ഞു. നമുക്ക് എന്തായാലും ഒന്ന് കേട്ടോക്കാം. അപ്പൊ ഞാൻ ഇതിനെ വളർത്താൻ പോണ എങ്ങനെയാ വെച്ചാല് ഇപ്പൊ നമുക്ക് പക്ക പ്രൊട്ടക്ഷൻ ഒരു ഡോഗ് ഇവിടെ മസ്റ്റാണ്. കാരണം കാവലിന് ഇസ്ലാമില് നായകളെ വളർത്തൽ അനുവദനീയമാണോ എന്നുള്ളത് നിങ്ങൾ ആരോട് ചോദിക്കുക. നിങ്ങളെ പണ്ട് മദ്രസകളിൽ വെറും നായ് ഹറാമാണെന്ന് ഫസ്റ്റ് ലെറ്റർ മാത്രം ഹെഡിങ് മാത്രം പഠിപ്പിച്ചു വിട്ടിട്ട് അതിന്റെ അടിക്ക് പഠിപ്പിക്കാത്ത ഉസ്താമാരോട് ചോദിക്കുക. എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് കൊണകൊണെ പറയുന്നവരോട് എനിക്കൊന്നും തിരിച്ചു പറയാനില്ല. കാരണം എന്റെ വീടിന്റെ പ്രൊട്ടക്ഷനും എന്റെ വീട്ടിലെ എന്റെ പ്രോപ്പർട്ടീസിന്റെ പ്രൊട്ടക്ഷനും അതിലുപരി എന്റെ വീട്ടിലെ വ്യക്തികളുടെ പ്രൊട്ടക്ഷനും എന്നിൽ അർപ്പിതമാണ്. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ നാളെ നിങ്ങളെ വീട്ടുകാരെ ആരും എന്റെ കൂടെ ഉണ്ടാവില്ല. എന്റെ വീട്ടുകാർക്ക് ഞാനും ഓർക്ക്
ഓർക്ക് ഞാനും എനിക്കും ഒരു മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അങ്ങനെ നമ്മൾ ഡോഗിന് വാങ്ങുന്നത്. ഇനി ഓക്കെ, അപ്പൊ ഡോഗിനെ വളർത്തുന്നതിന് മതവുമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് ആര് കമന്റ് ബോക്സിൽ വന്ന് കുണക്കണ്ട എന്നുള്ളതാണ് ഹനാൻഷ പറഞ്ഞു വെക്കുന്നത് അല്ല. അതായത് മുമ്പ് ഏതോ വീഡിയോയിൽ ഹനാൻഷ നായ വളർത്തുന്ന കാര്യം സൂചിപ്പിച്ചപ്പോൾ ഇസ്ലാമിൽ നായ വളർത്താൻ പാടില്ല, ഹറാമാണ് എന്നൊക്കെ രീതിയിൽ ആരോ കമന്റ് ചെയ്തു എന്നാണ് തോന്നുന്നത്. അവർക്ക് മുൻകൂട്ടിയുള്ള മറുപടി എന്ന നിലക്കാണ് ഹനാൻ ഈ കാര്യം പറഞ്ഞെന്ന് തോന്നുന്നു. ഇനി ഇതിനു ശേഷം നായ വാങ്ങുന്നത് ഹറാമാണെന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് ഹനാൻഷ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് ആക്ച്വലി നല്ലോണം വിവാദമായത്. നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോക്കാം. ഇതില് ഡോഗിനെ വാങ്ങുന്നതിൽ എതിർപ്പുള്ളവരില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം. ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് പറയണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് നമ്മൾ ഡോഗ്സിനെ വാങ്ങണതിലോ വളർത്തുന്നതിലോ പ്രൊട്ടക്ഷന് വാങ്ങണതിലോ എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പുതിയൊരു കൂട് ഉണ്ടാക്കിക്കണം. അപ്പൊ ഈ ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക. ആർക്കാച്ചാലും വന്ന് ഇവിടെ കൂട്ടിൽ കിടക്കുക. 3 നേരം 4 നേരം ചിക്കനും തീറ്റയും പ്രോട്ടീൻ തീറ്റയും മുട്ടയും ചിക്കനൊക്കെ അങ്ങ് കിട്ടുന്നതായിരിക്കും. CCTV ഉണ്ടാവും. ആഴ്ചമാത്തിയും ഞങ്ങളൊക്കെ കൂടിയിട്ടാവും. തീറ്റ തരാനും ഇവിടെ ഒരു ഹോള് ഇതാക്കുന്നതാവും. അപ്പം ഇങ്ങനെ നായിനെ പ്രശ്നമുള്ളവർ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിൽ വന്ന് കടക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നായിനെ വാങ്ങണില്ല. നമുക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഉള്ളത് ഇവിടെ സെറ്റ് ചെയ്യുക. അപ്പൊ എന്താ പറയുക, നായിന്റെ പട്ടിനെ കൊണ്ട് നടക്കുന്ന സംഭവം പട്ടിനെ കൊണ്ട് മാത്രമേ നടക്കുള്ളൂ. അതിന് മനുഷ്യന്മാർ സെക്യൂരിറ്റിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ അവിടെ ആളെ നിർത്തിയിട്ടോ കാര്യമുണ്ടല്ലോ. ഓക്കെ, ഒരു പട്ടിയെ വാങ്ങുന്നെന്ന് പറഞ്ഞപ്പോൾ അതിനെ അനാവശ്യമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ആളുകൾക്കുള്ള മറുപടി എന്ന നിലക്കാണ് ഹനാൻഷ ഈ കാര്യം പറഞ്ഞു വെക്കുന്നത്. ഞാൻ പട്ടിയെ വാങ്ങുന്നതിൽ അത്ര ചൊറിച്ചിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ വന്ന് പട്ടിക്ക് പകരം കൂട്ടിൽ വന്ന് കിടന്നോളി, അങ്ങനെയാണെങ്കിൽ ഞാൻ പട്ടിനെ വാങ്ങുന്നില്ല എന്നാണ് ഹനാൻഷ പറഞ്ഞത്. സംഭവം ഇത് കേൾക്കുമ്പോൾ കുറച്ച് കൂടി പോയില്ല എന്ന് തോന്നുമെങ്കിലും ഇങ്ങനെ വെറുതെ കിടന്ന് ചൊറിയുന്നവന്മാർക്ക് കൊടുക്കാൻ പറ്റിയ മറുപടി തന്നെയാണിത്. ഒരു തമാശ രൂപേണയാണ് ഹനാൻ ഇത് പറഞ്ഞത്. ഹനാന്റെ വ്ലോഗ് ഇടയ്ക്കിടെയെങ്കിലും കാണുന്നവർക്ക് അറിയാം, ഇങ്ങനെ ഇടയ്ക്കിടെ അത്യാവശ്യം തഗ്ഗും സർക്കസും തമാശവും ഒക്കെ ആള് പൊട്ടിക്കാറുണ്ട്. പക്ഷെ ചില ആളുകൾ ഹനാനിൽ നിന്നും ഇങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചില്ല. ഹനാൻ ഭയങ്കര അഹങ്കാരിയായി മാറി എന്നാണ് ഇവർ പറയുന്നത്. ഒരു കമന്റ് ഞാൻ വായിച്ചുതരാം. ഡോഗിനെ കാര്യത്തിലൊക്കെയുള്ള നിന്റെ അഭിപ്രായവും വാങ്ങാനുള്ള റീസണും ഒക്കെ പറയാനുള്ളതും കുറച്ച് ഓവറാണ് മുത്തേ. മറുപടി പറയുന്ന രീതിയൊക്കെ അഹങ്കാരം എല്ലിന്റെ ഇടയിൽ കുത്തിയത് കൊണ്ട് വന്ന് തുടങ്ങുന്നതാണ്. ഓക്കെ, അഹങ്കാരം എല്ലിന്റെ ഇടയിൽ കയറി കുടുങ്ങിയതാണ് എന്നൊക്കെയാണ് ചങ്ങായി പറയുന്നത്. ഡോഗിനെ വാങ്ങാനുള്ള റീസൺ കുറച്ച് ഓവർ ആണെന്നും പറയുന്നുണ്ട്. വീടിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് പട്ടിയെ വാങ്ങുന്നത് ഹനാൻ തന്നെ പറഞ്ഞതാണ്. അതിലെന്താണ് ഇത്ര ഓവർ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും മറ്റൊരാൾ ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് ഹനാനെതിരെ സംസാരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് കണ്ടോക്കാം. ഏതാണ് താൻ ഓരോ നായിക്കൂടും അല്ല, കുറച്ചൊക്കെ ആവശ്യത്തിന് പറയണത് ഒരു മറ്റേ വർത്താനായി പോയി. എൻ്റെ അവിടെ ചിക്കനും മറ്റതും മറിച്ചതൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അവിടെ പെരയിലുള്ള ആൾക്കാർക്ക് കൊടുത്താളാ. എന്നോട് ആരോ പറഞ്ഞോ നായിനെ വളർത്തണ്ടാന്ന്? ഇതാണ് കുറച്ച് എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ തന്നെ ഞങ്ങളുടെ സ്വഭാവം, വൃത്തിയിട്ട സ്വഭാവം. എടാ ചങ്ങായി ഇത്ര വലുപ്പല്ലേ, നായിനെ പോറ്റണ്ടെന്ന് ആരാ പറഞ്ഞേ? ഇത് നായിനെ പൂച്ചനെ എന്തോ പോറ്റിയോ? പക്ഷെ ഉമ്മാരി ഉളുപ്പില്ലാത്ത ഡയലോഗ് അടിക്കരുത്. എന്താ വെച്ചാല് നായിനെ പോറ്റുന്നവർക്ക് വല്ല എതിർപ്പുണ്ടെങ്കിൽ ഇവിടെ വന്ന് കിടന്നോളി, നായ്ക്കൂട് ഇവിടെ ഉണ്ട്, മറ്റേ ഉണ്ട്, മറിച്ചുണ്ട്. ഇതൊക്കെ ആരാ? ഞാൻ വീഡിയോ 2 വട്ടം കണ്ട പാപ്പി ഉമ്മ എല്ലാരും ഒരേമാതിരി തന്നെ. ഇതൊക്കെ എന്താ വെച്ചാല് പൈസന്റെ അഹങ്കാരം. അല്ലാണ്ടെത്താ നായിനെ വളർത്തുന്ന കൂടുണ്ട്, അതിൽ വന്ന് കിടന്നോളി, ഞാൻ പറഞ്ഞാ കയറി പോവും. അല്ല ഏടുന്ന് വണ്ടി കയറി വരും. ഈ ചങ്ങായൊക്കെ എന്ന് വന്നാ ഇവന്റെ ഉമ്മന്റെ ഇവനൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ കാണാം, ഇത് അഞ്ചനാണ്, ഇത് മറ്റവനാണെന്നൊക്കെ പറഞ്ഞിട്ട് ജയും ആൾക്കാരെ ഒക്കരുത്. ഓക്കെ, വീഡിയോ എന്തെങ്കിലുമൊക്കെ ചെയ്തോ, പാവപ്പെട്ട ജനങ്ങളെ ഒക്കാൻ നിൽക്കരുത്. ഓക്കെ, എൻ്റെ ഒരു ഒലക്കമ്മ നായിക്കൂടും സെക്യൂരിറ്റി എൻ്റെ പേര് അതിന് മാത്രം ഉണ്ട്. സെക്യൂരിറ്റിക്കൊക്കെ പറ്റിയേ എന്നാ പോച്ചങ്ങായിരുന്നു ഏതാച്ചൊക്കെ അല്ലാന്ന് മനുഷ്യന്മാർ പറഞ്ഞൊരു മര്യാദ വേണ്ടേ? ഓൻ പറയാം ഓൻ്റെ ഫോട്ടോയും കൊടുക്കും, ചിക്കൻ കൊടുക്കും, മട്ടൻ കൊടുക്കും നായ്ക്ക്. അത് വേണമെങ്കിൽ അവിടെ വന്ന് കടന്നോളിന്ന്. എൻ്റെ ചെലവിലല്ല ആൾക്കാർ ജീവിക്കണേ. ഓന്ന് ചിലക്കാണ പോച്ചങ്ങായിരുന്നു. ഏടുന്ന് പേര് വെച്ചൊക്കെ അല്ല. പിന്നെ ഓനും അവൻ്റെ ഒരു പേരക്കാരും ഒരു ഒലക്കമ്മല വീടും. അപ്പൊ എല്ലാവരും സ്നേഹം മാത്രം. എന്റെ അമ്മോ, ഇച്ചാതിലെ ഇങ്ങനൊക്കെ രോഷം കൊള്ളേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഹനാന്റെ ഉമ്മാനും ഉപ്പാനും വരെ വെറുതെ വലിച്ചിടേണ്ട കാര്യമുണ്ടോ? ഹനാൻ സർക്കസ് ലെവലിൽ പറഞ്ഞൊരു സാധനമാണിത്. അല്ലാതെ നീയൊക്കെ വേണമെങ്കിൽ എന്റെ പട്ടിക്കുട്ടി വന്ന് കിടക്കട എന്നിട്ട് ഓണിലല്ല ഹനാൻ പറഞ്ഞത്. ഹനാൻ പറഞ്ഞ കാര്യം കൊള്ളേണ്ടവർക്ക് കൊണ്ടിട്ടുണ്ടാകും. ഇസ്ലാമിൽ ഡോഗിനെ വളർത്താൻ പാടില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ടീംസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമം ഉള്ളതായിട്ട് പ്രബലമായ തെളിവുകളൊന്നുമില്ല. നായുടെ മൂക്കിൽ നിന്ന് വരുന്ന ആ ഫ്ലൂയിഡ് വായിൽ നിന്ന് വരുന്ന ഉമിനീരോ മറ്റോ ആയി കഴിഞ്ഞാണെങ്കിൽ 7 തവണ കഴിക്കണമെന്ന് പറയുന്നുണ്ട്. ചില സ്ഥലത്ത് നായിനെ തൊട്ടാൽ 7 തവണ കഴിക്കണമെന്നും പറയുന്നുണ്ട്. രണ്ട് രീതിയിലും അഭിപ്രായങ്ങളുണ്ട്. അതല്ലാതെ നായ വളർത്തരുത് എന്നൊന്നും ഇവിടെ പറയുന്നില്ല. സോ ഇതും പറഞ്ഞ് ഇങ്ങനെ അനാവശ്യമായി കമന്റ് ഇടുന്നവർക്കെതിരെയാണ് ഹനാൻ സംസാരിച്ചത്. അതിനിപ്പോ ഈ വീഡിയോ ചെയ്ത ആൾക്ക് ഇത്രയും പൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല. ഹനാൻ അഹങ്കാരമാണ്, തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയതിന്റെ പ്രശ്നമാണ് എന്നൊക്കെ പറയേണ്ട വലിയ കാര്യമുണ്ടോ? തീരെ അഹങ്കാരമില്ലാത്ത മനുഷ്യനായിട്ട് തന്നെയാണ് ഞാൻ ഹനാനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആൾക്ക് ഇത്ര അധികം ഫാൻസും ഉണ്ടായത്. പിന്നെ എങ്ങനെ ചൊറയാനായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള മറുപടി കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.